ജാമുണ്ടാക്കണേ 5000 ചെലവെന്നാണ് പറയണേ. ഹായ്, ഇത് ജോബി ചേട്ടൻ വന്നപ്പോൾ കുറച്ച് പൈനാപ്പിളും ആപ്പിളും തന്നിട്ട് എനിക്ക് കുറച്ച് പണി തന്നേക്കട്ടെ. വേറെ ഒന്നല്ല, വേഗം പോയി ജാം ഉണ്ടാക്കിക്കൊണ്ട് വരാനാ പറഞ്ഞേക്കണേ. അപ്പോൾ ആ ജാം ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നേക്കണേ കേട്ടാ. അപ്പോൾ നമുക്ക് ജാം ഉണ്ടാക്കാൻ പോയാലോ, ബാ. അപ്പോൾ നമുക്ക് ജാം ഉണ്ടാക്കാനായിട്ട് ഈ പൈനാപ്പിൾ ആട്ടോ ഞാൻ എടുത്തേക്കണേ. അപ്പോൾ നമുക്ക് ഇതിൽ തൊലി ചെത്താം. അപ്പോൾ തൊലിയൊക്കെ ചെത്തി ഇതിലുള്ള ബ്ലാക്ക് കളറില്ലേ, അത് നമുക്ക് മാക്സിമം കളയുന്ന രീതിയിൽ നമുക്ക് കളയാട്ടാ. എന്നിട്ട് നമുക്ക് പൈനാപ്പിൾ ചെറിയ ചെറിയ പീസുകളാക്കാട്ടാ. അതേ നമ്മുടെ പൈനാപ്പിൾ ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്കിത് ജസ്റ്റ് മിക്സിയിൽ അടിക്കാം. അപ്പോൾ നമുക്കിത് പൈനാപ്പിൾ വെള്ളം ചേർക്കാതെ നമുക്ക് മിക്സിയിൽ അടിക്കാം. ഇതിലേക്ക് ഞാനൊരു ആപ്പിൾ തൊലി കളഞ്ഞ് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ആഡ് ചെയ്ത് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പൈനാപ്പിളിൻ്റെയും ആപ്പിളിൻ്റെ മിക്സില്ലേ, അത് ജസ്റ്റ് ഒന്ന് അരിപ്പോണ്ട് അരിക്കണം കേട്ടോ. ഞാൻ അത് കാണിക്കാൻ വിട്ടുപോയി. അത് കഴിഞ്ഞ് നമ്മുടെ ഗ്യാസ് എത്തിച്ച് നമ്മുടെ ഒരു ഫ്രൈ പാനിലാണ് ഞാൻ വെച്ചേക്കണേ. അതിൻ്റെ ഉള്ളിലേക്ക് 3 ചെറിയ മറ്റേ കറുകപ്പട്ടിയില്ലേ, അതാണ് ഇട്ടത് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി ചെറിയ തിള വരുമ്പോഴേക്കും നമുക്ക് ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര. നമുക്ക് മധുരം ഭയങ്കരമായിട്ട് കൂടുതൽ വേണമെന്ന് ആഗ്രഹമുള്ളവർ കുറച്ചുകൂടി ഇടാം, നമ്മുടെ രീതി അനുസരിച്ചാട്ടോ ഇടുന്നത്. ഞാൻ 6 ടേബിൾ സ്പൂൺ ഇട്ടു. അത് കഴിഞ്ഞ് പഞ്ചസാര ജസ്റ്റ് ഒന്ന് അലിഞ്ഞ് വരുമ്പോഴേക്കും നമ്മൾ ചെറുനാരങ്ങ പിഴിഞ്ഞ് അതിൽ നമ്മുടെ കുരുക്കളൊക്കെ കളഞ്ഞിട്ട് നമുക്കതിലേക്ക് ആഡ് ചെയ്യാം. ഞാൻ ഇതിലേക്ക് ഒരു 5-10 നമ്മുടെ കറുത്ത മുന്തിരിയില്ലേ, അത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പഞ്ചസാരയും നാരങ്ങയും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മുടെ നേരത്തെ ഉണ്ടാക്കിയ ജ്യൂസിൻ്റെ ആ ടെക്സ്ചർ ശരിക്കും മാറും. അതായത് നമ്മുടെ ജാമിൻ്റെ ടെക്സ്ചറിലേക്ക് നമുക്ക് വരുന്നത് ശരിക്കും കാണാം കേട്ടോ. ഇത് കണ്ട മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ലോണം ഇളക്കി നമ്മുടെ ജാമിന് ടെക്സ്ചർ വരുന്ന വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതേ അപ്പോൾ നമ്മുടെ ജാം റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് നിമിഷമായി നമ്മുടെ ജോബിച്ചേട്ടൻ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു ജാം? ഞാൻ ഫസ്റ്റ് പറഞ്ഞു ജാം ഉണ്ടാക്കുന്നോന്ന് വിശ്വസിച്ചിട്ടുണ്ടായില്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? അപ്പൊ നമ്മുടെ ജാം റെഡി ആയിട്ട് നമുക്ക് ഇത് കറക്റ്റ് ടെക്സ്ചറൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ബ്രെഡിലേക്ക് പെരട്ടാം. നമ്മുടെ ജാം പുരട്ടുമ്പോൾ അതേ സൈഡിൽ കറക്റ്റായിട്ട് കാണുന്നില്ല, അത് നമ്മുടെ മുന്തിരിയാണ്. അത് മുന്തിരി 2-3 ദിവസം കഴിയുമ്പോൾ ശരിക്കും അലന്ന് പോവും. അപ്പോൾ അത് പ്രത്യേക ടേസ്റ്റാണത്. നിങ്ങൾ ജാം ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെയായാലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചേട്ടാ കഴിച്ചോ, പേടിക്കൊന്നും വേണ്ട, ഇത് പരീക്ഷിച്ച് വിജയിച്ച സംഭവമാണ്. കല്യാണത്തിന് മുന്നാന്ന് മാത്രം. സംഭവം കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു ഡയലോഗ് ഓർമ്മ വന്നു, നല്ല ജിൻസം പറയണേ, നമ്മൾ കടയിൽ പോയിട്ട് ജാമ് മേടിക്കണമെങ്കിൽ 50 രൂപ. ചേട്ടൻ അങ്ങനെ പലതും പറയും. ജാമ് ഉണ്ടാക്കണേ 5000 ചെലവെന്നാണ് പറയണേ. ഇതിപ്പോ എന്തായാവോ. പൈനാപ്പിൾ എന്തൊക്കെയാണ് 24 രൂപയായി. ബാക്കി ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തോ. അമ്മാമ്മ സ്പെഷ്യൽ അച്ചാറിന്റെ 3/4 ഭാഗം കിട്ടുകയും ചെയ്തു. അതെ, അതിന് 3/4 ഭാഗം ഉണ്ട് താനും. ഇപ്പം എന്തൊക്കെയായാലും സക്സസ് ആയില്ലേ, ജാമായില്ലേ? ആ, അത് മതി. അപ്പം നമുക്ക് ബാക്കിയുള്ളവരോടും കൂടി ഇതിൻ്റെ അഭിപ്രായം ചോദിക്കാം. അമ്മച്ചി ടേസ്റ്റ് ചെയ്യാണ്. എങ്ങനെയുണ്ട് അമ്മച്ചി? സൂപ്പറായിട്ടുണ്ട്. ജാമായില്ലേ? ജാമായിട്ടുണ്ട്. അപ്പം സക്സസ് ആയിട്ടുണ്ട് അല്ലേ? അപ്പം നമുക്ക് അടുത്ത ആൾക്കാരെയും കൂടി ചോദിക്കാം അല്ലേ? വാ. ഇവിടെ സിന്ധേച്ചിയുടെ വീടാണിട്ടത്. അപ്പം നമുക്ക് സിന്ധേച്ചിനെ വിളിച്ച് നമ്മുടെ റെസിപ്പി അല്ലല്ലോ ഏട്ടാ? അതന്നെ, ഞങ്ങള് മാത്രം പറഞ്ഞാൽ അതെ. സിന്ധേച്ചി വാ, സിന്ധേച്ചി കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറ. സൂപ്പറായിട്ടുണ്ട്. കഴിക്ക്. ഞാൻ കഴിക്കണ്ട്. സിന്ധേച്ചിക്ക് നാണം. ജാമായിട്ടില്ലേ? അതെ. അപ്പൊ നമുക്ക് നിമ്മിനെയും കൂടി വിളിക്കാം. നിമ്മിക്ക് ക്യാമറയുടെ ഫ്രണ്ടിൽ വരാൻ നാണായതുകൊണ്ട് ആള് വന്നില്ല. ആള് ടേസ്റ്റ് ആയിട്ട് നല്ല അഭിപ്രായം പറഞ്ഞേ. അപ്പൊ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണുമ്പോൾ ടാറ്റാ.